രാവിലെ തന്നെ അമ്മയുടെ പച്ചക്കറി തോട്ടത്തിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. പടവലവും പയറും പാവലും ഒക്കെ നിപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ഇല മൊത്തം ഒരു പച്ചപ്പുഴു വന്നിട്ട് ദാ ഇതുപോലെ തിന്ന് നശിപ്പിക്കുന്നെന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മ നിൽക്കുന്നത്. അപ്പോൾ അതിനിനി എന്തെങ്കിലും മരുന്നുണ്ടോ എന്നാണ് ആലോചിച്ച് നിൽക്കുന്നത്. ഇന്നലെ അച്ഛൻ വന്നപ്പോൾ കുറച്ച് തിരച്ചി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വറുത്തരച്ചങ്ങോട്ട് വയ്ക്കണം. അപ്പോൾ തേങ്ങയും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് തേങ്ങ വറുക്കാനായിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അത് വറുത്തരച്ച് തന്നെ വയ്ക്കണം. അതാണ് എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ നിന്ന് തണുക്കുന്ന സമയത്ത് ഞാനൊരു ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു മിക്സഡ് തോരൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ തിരച്ച് വെക്കാനുള്ള ഉള്ളിയൊക്കെ അവിടെ സൈഡിൽ തൊലിച്ച് വെച്ചിട്ടുണ്ട്. കൂട്ടത്തിലൊരു രസം കൂടെ അങ്ങോട്ട് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതവിടെ കിടന്ന് എല്ലാം ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വൃത്തിയാക്കൽ പരിപാടിയുണ്ട്. നാളെ ചിങ്ങം ഒന്നായതുകൊണ്ട് ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും എളുപ്പമായി കേട്ടോ. ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ വൃത്തിയാക്കാനും അതിനൊക്കെ നല്ല സൗകര്യമായി ഇന്ന് ഞായറായതുകൊണ്ട് തന്നെ. അപ്പോൾ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചോറ് കഴിക്കാനിരുന്ന സമയം 1:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ തലയ്ക്ക് മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലോക്ക് കാണാം. വൈകുന്നേരമായപ്പോൾ ദാ വന്നു ഒരാൾ. വന്നപ്പോൾ വെറും കൈയോടെയല്ല വന്നത്, ഷവർമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അതങ്ങോട്ടിരുന്ന് കൈയോടെ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ ചിങ്ങം ഒന്നൊക്കെ ആയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പോൾ ശരി, ബൈ.